കുറുവ തയ്യൽക്കാവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപാടുകൾ. ജാസ്മിൻ, ഉഷാജ് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഭൂമി കുലുക്കം പോലെയാണ് തോന്നിയതെന്നും ഉഗ്രശബ്ദം ഉണ്ടായതായും വീട്ടുകാർ പറഞ്ഞു. സമീപത്ത് ആൾക്കാർ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ്. രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് കെട്ടിയുയർത്തിയ മതിൽ തകർന്നു വീണത്. രാവിലെ 7 മണിയോടെ വൻ ശബ്ദത്തോടെയാണ് 2 വീടുകൾക്ക് മുകളിൽ മതിൽ പതിച്ചത്. ഈ 2 വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ജാസ്മിൻ ഹൌസിലെ ജാസ്മിന്റെ ഉടമസ്ഥതയിലുള്ള വീടിനും ബൈത്തുൽ ജേനാസ് ഹൌസിൽ ടി ഉഷാജിന്റെ ഉടമസ്ഥതയിലുള്ള വീടുമാണ് ഭാഗികമായി തകർന്നത്. ഉഷാജ് മത്സ്യത്തൊഴിലാളിയാണ്. 2 വീടിന്റെയും 1-ാം നിലയോളം വരുന്ന ഉയരത്തിലാണ് മതിൽ കെട്ടി ഉയർത്തിയത്. ഇടിവെട്ടിയതുപോലുള്ള ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തകർന്നു കിടക്കുന്ന മതിലും വീടിന്റെ ചുവരുകളുമാണ് കാണാൻ കഴിഞ്ഞതെന്ന് 2 വീട്ടുകാരും പറഞ്ഞു. രാവിലെ എത്ര മണിക്കാണ് സംഭവിച്ചത്? ഇത് പുലർച്ചെ 7 മണിയായി. 7 മണിക്കാണ് ഇത് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടാന്ന് കേട്ടത്, ഒച്ചയെന്ന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇടിയെടുത്തതെന്നാണ്. മഴ പെയ്യുന്നതല്ലേ, ഇടിയും ചൊല്ലിയിട്ട് മോനുണ്ടായിട്ടില്ലേനും മോൻ പുറത്ത് പോയിന്. കുഞ്ഞുമോനാന്ന് മോൻ ഫുട്ബോൾ ടീമിന് പോയാലോ ഇവൻ പോട്ടേന്ന് വെച്ചിട്ട് കീന പാടാൻ സംഭവം. അന്ന് ഞാൻ പറഞ്ഞ് ഫോൺ എടുത്ത് ചോദിച്ചു മോനെ നീയാടുള്ള ഇടിയെല്ലാം എടുക്കുന്നത്. അന്നേരം മോൻ പറഞ്ഞു ഉമ്മ ഇടിയൊന്നും എടുക്കുന്നില്ല, ഉമ്മക്ക് അത് തോന്നിപ്പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല മോനെ, ഭൂമിൻ്റെ അടിയിൽ നിന്ന് പൊട്ടുന്ന പോലത്തെ ഒച്ചടിച്ച് എന്താ തോന്നാനുള്ളത്? മോനെ ഇല്ല ഉമ്മ പിന്നെ ഇടി എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടി എടുക്കുന്നതെന്ന് പറയും, ഇടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ വന്നിട്ട് പുറത്ത് വാതിൽ തുറന്നു നോക്കുമ്പോൾ സംഭവം കാണുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ട്. അന്നേരം അപ്പുറത്തുനിന്ന് അവള് കരഞ്ഞോണ്ടുണ്ട് ഓടി വരുന്നത്. ജാസ്മിൻ കരഞ്ഞോണ്ട് ഓടിയിട്ട് പറഞ്ഞു റസീന നമ്മളെ വീടാന്ന് പോയത് മൊത്തത്തിൽ അങ്ങനെ ഇതായിട്ടാണ് എന്നറിയാന്ന് ഞാൻ പുറത്തേക്ക് നോക്കുന്നത് സംഭവം. അശാസ്ത്രീയമായ രീതിയിൽ മതിൽ കെട്ടി ഉയർത്തിയതാണ് അപകടത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. പിന്നെ നമ്മളിത് ആദ്യം കിടങ്ങ് കെട്ടാൻ മുന്നിലേ നമ്മൾ ശരിയായിട്ടൊന്ന് കെട്ടി തരണേന്ന്. പക്ഷെ അയാളൊന്നും കൂട്ടാക്കിയിട്ടില്ല. മണ്ണിൻ്റെ മുകളിലാണ് ഇത് കല്ല് പൊന്തിച്ച് കിടങ്ങ് കെട്ടി പൊന്തിയത്. അന്നേരം നമ്മൾ അയാളെല്ലാം നിസ്സാരമാക്കല്ലെന്ന്. അയാളൊന്നും പറഞ്ഞാലൊന്നും കൂട്ടാക്കൂല, എല്ലാം നിസ്സാരമാണ്. എന്നിട്ടും വെള്ളം ഇറങ്ങിയിട്ട് എന്നിട്ടും വീണ്ടും വരുന്നുണ്ട്. മഴവെള്ളം തേച്ച് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ പറഞ്ഞു ഒന്ന് ശരിയാക്കിയത് മഴവെള്ളം തേച്ച് വീട്ടിനാണ് വരുന്നത്. എന്നിട്ടും കൂട്ടാക്കിയിട്ടില്ല. എല്ലാ വീഡിയോസും അയാൾക്ക് അയച്ചു കൊടുത്തു. അയാൾ ഫോണിലെല്ലാം കാണാം. അയാളെല്ലാം അയച്ചു കൊടുക്കലുണ്ട്. അയാളെല്ലാം നിസ്സാരാക്കിയിട്ട് വിടലാന്ന്. പിന്നെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഫുൾ വെള്ളം എങ്ങനത്തെ വെള്ളം ഫുൾ ഇറങ്ങി മേലത്തെ റോഡിലെ വെള്ളം തേച്ച് ഫുൾ ഇറങ്ങിയിട്ട് വരുന്നത്. ഒരു കൂട്ടാക്കി അതാണ് ഇങ്ങനെ സംഭവിച്ചത്. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും വാർഡ് കൗൺസിലർ മിനി കെ മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. 7 മണിക്കായിരുന്നു ഇവർ സംഭവിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ എന്നെ അറിയിച്ചത് ഒരു 8 മണിയായിന്. അപ്പോൾ 8 മണിക്കാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പറഞ്ഞതിന്. എന്നിട്ട് അതിന് ശേഷം അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 8:15 ഇവിടെ എത്തിയതിന് ശേഷം ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ശബ്ദം ഉണ്ടായിന്. ആ ശബ്ദം കേട്ടപ്പോൾ ഇവർ 2 വീട്ടുകാരും പുറത്തേക്ക് ഇറങ്ങിന്. ചുറ്റുപാടുള്ളവരും അങ്ങനെ തന്നെ പറഞ്ഞു, നല്ല ഭൂകമ്പത്തിൻ്റെ പോലത്തെ ഒരു ശബ്ദമാണ്. അപ്പോൾ ഇതാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ മതിൽ പൊളിഞ്ഞ് വീണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഇത് കണ്ടപ്പം വലിയ ഭീകരതയായിട്ട് തോന്നി. അപ്പോൾ അതിന് ശേഷം മേയറയും ഒക്കെ ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മേയറെല്ലാം അതിന് ശേഷം പിന്നെ തഹസിൽദാർ പറഞ്ഞത് പ്രകാരം തഹസിൽദാറെ അറിയിച്ചിന്. വില്ലേജ് ഓഫീസറും അതുപോലെ നമ്മളെ സോണൽ എഞ്ചിനീയറും ആൾക്കാരെല്ലാം വന്ന് അതിൻ്റെ കണക്കെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ.